വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ ഒരു വാഹനത്തിന് ഡെലിവറി കണ്ടു കാണും. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. പൂവും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പൂജിച്ചതിന്റെയാണ് ഈ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി വണ്ടിയാണെന്ന് മനസ്സിലാക്കണം. മാക്സ് HD 2.0 LX CBC. അപ്പം ഞാൻ ഡെലിവറി കൊടുക്കുന്ന ലാസ്റ്റ് LX CBC വണ്ടി ഇതായിരിക്കും. കാരണം ഇനി മുതൽ SX എന്ന് പറയുന്ന വണ്ടി മാത്രമേ വരത്തുള്ളൂ. SX CBC ആണ് ഇനി തൊട്ട് വരാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് LX CBC വണ്ടിയാണ്. അത് നമ്മൾ ഇൻസുലേറ്റർ ബോഡി അടിച്ച വാഹനമാണ്. ഈ ബോഡി അടിച്ചിരിക്കുന്ന സുരക്ഷയിലാണ്. സാധാരണ നമ്മൾ GRP ബോഡിയാണ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോക്കകത്ത്. എന്നാൽ ഇതെന്ന് പറയുന്നത് അലൂമിനിയം പാനലിംഗ് ബോഡിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന് മുമ്പായിട്ട് സ്ഥിരം പറഞ്ഞിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്കറിയാലോ, റിയർ ലെൻസ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഫ്രണ്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ LX വേരിയന്റ് ആയതുകൊണ്ട് കോർണർ ലാമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. മെറ്റൽ ബമ്പറാണ്. പിന്നീട് ഫ്രണ്ട് ഗ്രില്ലിനകത്ത് നമുക്ക് ക്രോം ഇൻസേർട്സ് വരത്തില്ല. ജസ്റ്റ് പെയിന്റഡ് ഫിനിഷ് ആണ് വരുന്നത്. സെൻട്രലായിട്ട് നമ്മുടെ ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജസ്റ്റ് സ്പീഡ് പറഞ്ഞു പോകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാം. കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു വീൽ ആർച്ചിന്റെ ക്ലാഡിങ് കാണാൻ കഴിയുന്നുണ്ട്. അത് എല്ലാ വണ്ടികളിലും കൂട്ടി തന്നെ ഫ്രണ്ട് ബമ്പറിലേക്ക് വന്ന് ചേർന്നാണ് അവസാനിക്കുന്നത്. എന്നാൽ ഈ 210 വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് 700R16 ടയർ സൈസ് വരുന്നത്. ബാക്കി എല്ലാ HD CBC 15 ഇഞ്ച് 700R15 ടയർ വരുന്ന സമയത്ത് 210 വരുമ്പോഴത്തേക്ക് 700R16 വരുന്നത്. സൈഡിലേക്ക് ഒരു ബൊലേറോ മാക്സ് പിക്കപ്പ് എന്നുള്ളൊരു വലിയ ബാഡ്ജിങ് കൂടെ കാണാൻ കഴിയുന്നത്. ചെറിയൊരു ഇൻഡിക്കേറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു ORM നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതോട്ട് ഇൻസുലേറ്റർ ബോഡി വന്നുകൊണ്ട് നമുക്ക് അത്രയും വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ ക്യാമറ ഒക്കെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നീട് ഇത് LX വേരിയന്റ് ആയതുകൊണ്ട് ഇവിടെ ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും വരില്ല. എന്നാൽ ഇങ്ങോട്ട് ഇനി വരുന്ന SX വേരിയന്റിനകത്ത് AC ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. HD 2.0 എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല മഴയായിരുന്നു രാവിലെ, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുന്നത്. ഓടി വന്നതിന്റെ ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 60 ബോക്സിന്റെ ഇൻസുലേറ്റർ ബോക്സ്. അതായത് നമുക്ക് ഈ 210 നമുക്ക് മാക്സിമം 70 ബോക്സ് വരെയുള്ള ഫിഷിന്റെ 70 ബോക്സ് വരെ കയറ്റുന്ന ഇൻസുലേറ്റർ ബോക്സ് അടിക്കാം. എന്നാൽ ഇതിനകത്ത് 60 ബോക്സിന്റെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചേസിനകത്തായിട്ടാണ് ഏകദേശം ഒരു നമ്മുടെ ഇൻസുലേറ്റർ ബോഡി വന്ന് നിൽക്കുന്നത്. അതായത് ഇത് അലൂമിനിയം പാനലിംഗ് ആണ് വരുന്നത്. GRP അല്ല, അവർ അലൂമിനിയം പാനലിംഗ് ബോഡിയാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യണം. ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് 7 ലീഫുകളും ബാക്കിൽ 10 ലീഫുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും ബ്രേക്കിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ നോക്കണം. ഇതിനകത്ത് LSPV ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ബാക്കിൽ ഒരു സ്പ്രിങ് കാണും. ഈ സ്പ്രിങ് വലിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ബ്രേക്കിംഗ് കുറച്ച് കിട്ടത്തുള്ളൂ. കാരണം ലോഡ് വരുമ്പോൾ ആ സ്പ്രിങ് കുറച്ച് ചുരുങ്ങണം. ഇത് നമ്മൾ പ്ലേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ പ്ലേറ്റ് ചുരുങ്ങാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ബ്രേക്ക് കിട്ടാതെ വരുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ബ്രേക്കിംഗിന് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ നമ്മൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് വരുന്ന വേസ്റ്റ് വെള്ളങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 210 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ബാക്കിലും വരുന്നുണ്ട് ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ക്രാഷ് ഗാർഡ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പ്ലാറ്റ്ഫോം SS ലാണ് ചെയ്തിട്ടുള്ളത്. അതും കസ്റ്റമർക്ക് SS വേണമെന്ന് പറഞ്ഞ് നമ്മൾ SS ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീട് നിങ്ങൾക്കറിയാലോ, ബോഡിയുടെ ബാക്ക് സൈഡും ഏകദേശം ബാക്ക് സൈഡ് പെയിന്റിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്ലെയിൻ ആണ്, വൈറ്റ് തന്നെയാണ്. നമുക്കിത് തുറക്കാം. ഇത് തുറന്ന് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മാറ്റമൊന്നുമില്ല, എല്ലാത്തിലും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇത് അടച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറക്കിച്ചിട്ട് പാടാണ്. അങ്ങനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമുക്ക് ഇതിനകത്ത് 60 ഫിഷ് ബോക്സ് ആണ് കയറ്റാൻ കഴിയുന്നത്. നമുക്ക് ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ മീൻ ഐസൊക്കെ അലിയാതെ സുഖമായിട്ടിരിക്കും. ഇത് ക്ലോസ് ചെയ്തേക്കാം. ഇപ്പം ബാക്ക് സൈഡിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തുള്ള വാഹനത്തിനകത്ത് റിവേഴ്സ് ക്യാമറയും കൂടി വേണ്ടി വരും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറ സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ ടാങ്ക് 60 ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. റീനോ സ്ട്രാപ്പ് സിസ്റ്റം ആണ് വരുന്നത്. അതിനകത്ത് ഡഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിന്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 3290 mm ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഓവറോൾ ലെങ്തിനകത്ത് വ്യത്യാസം വരും. കാരണം ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബോഡിക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് കൂടാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നുമില്ല. ചേസിന് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ലെങ്ത് കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ലെങ്തിനകത്ത് നമ്മൾ ഓപ്പൺ വണ്ടി വരുന്നതിനേക്കാൾ ഇച്ചിരി കുറവായിരിക്കും ഇതിന്റെ ലെങ്ത്. പിന്നെ ഓവർ വിട്ട് 1500 mm തന്നെയാണ് അതിൽ കൂടുതൽ വരാൻ ചാൻസ്. ഓവർ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഏകദേശം 2700 mm മുകളിൽ കാണും. ഏകദേശം 2700 mm വരെ കാണും ഇതിന്റെ ഹൈറ്റ്. പിന്നീട് ഇവിടെ മാക്സ് HD 2.0 എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ് വരുന്നത്. IMAX ആയിരുന്നു മറ്റുള്ള വാഹനങ്ങൾ, അതായത് വരുന്ന വണ്ടികളിൽ IMAX ആണ് വരുന്നത്. ഇത് LX വേരിയന്റ് ആയതുകൊണ്ടാണ് HD 2.0 എന്ന് പറയുന്നത്. IMAX വരുന്നില്ല. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നില്ല. IMAX ടെക്നോളജി വരുന്നില്ല. ഡോർ സൈഡിലെ ഗ്രാഫിക്സ് വരുന്നില്ല. AC വരുന്നില്ല. പിന്നെ ഫ്രണ്ട് ഗ്രില്ലിനകത്ത് ക്രോം ഇൻസെർട്സ് വരുന്നില്ല. അകത്തെ ഗിയർ നോബിനകത്ത് ഒരു ക്രോം അല്ല, ഒരു സിൽവർ ഫിനിഷ് വരത്തില്ല. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ അകത്ത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എല്ലാ വണ്ടികളിലും ഉള്ളതിന്റെ കൂട്ട് തന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 210 ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ഫാൻ അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഓൾറെഡി ഫാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു AC കൂടെ കൊടുത്തുകൂടാ?
പക്ഷെ വൈകിയാണെങ്കിലും കമ്പനിക്ക് അത് ബോധ്യപ്പെട്ട് കമ്പനി ഇപ്പം വരുന്ന വണ്ടികളിലെല്ലാം ഇനി AC വരുന്നുണ്ട് 210-നകത്ത്. 210 ഇനി നമുക്ക് നോൺ AC വണ്ടികൾ ലഭിക്കത്തില്ല. 210 എല്ലാം AC വണ്ടികൾ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ഈ ബോഡിയുടെ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നീട് ബാക്കി എല്ലാ വാഹനങ്ങളും ഉള്ള പോലെ തന്നെ അതിനൊരു കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ വണ്ടി വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഓഫ് ചെയ്ത് തന്നെ ബാറ്ററി കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാം. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ ആണ് വന്നിട്ടുള്ളത്, അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. D+2 ആണ് സീറ്റിംഗ് കോൺഫിഗറേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിന്റെ ബോണറ്റ് തുറന്നിട്ട് എഞ്ചിൻ എന്ന് കാണാം. എഞ്ചിൻ ഓൾറെഡി എല്ലാ വണ്ടിയിലും കാണുന്ന എഞ്ചിനാണ്, പച്ചക്കളും കാര്യങ്ങളൊന്നുമില്ല. 2.5 ലിറ്ററിന്റെ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിൻ 4 സിലിണ്ടർ ആണ് വരുന്നത്. ഈ കാണുന്നതാണ് എഞ്ചിൻ. എല്ലാ വണ്ടികളിലും എഞ്ചിൻ തന്നെയാണ്, നമ്മൾ സ്ഥിരം എഞ്ചിൻ തന്നെയാണ് പിന്നെ എടുത്ത് കാണിക്കുന്നത്. മാക്സിമം പവർ 80 bhp, 3000 RPM. അതുപോലെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 220 Nm, 1600 2200 RPM-നകത്താണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി ലീനോക്സ് സിസ്റ്റം ആണ് വരുന്നത്, അതുകൊണ്ട് ഡെഫ് കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പം മൈലേജ് ഏകദേശം കമ്പനി പറയുന്നതിന് 13 മൈലേജ് എങ്ങാണ്ട്, ഏകദേശം ഒരു 10 to 12 മൈലേജിനകത്ത് 210-നൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉപയോഗിക്കുന്നതിന് എത്ര മൈലേജ് കിട്ടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. പിന്നീട് വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഏകദേശം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ള കാണിക്കാൻ വേണ്ടി ചെയ്തത്, അതായത് 210-നകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഇൻസുലേറ്റർ ബോഡി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. 60 ബോക്സിന്റെ ഇൻസുലേറ്റർ ബോഡിയാണ് ഈ കാണുന്നത്, അലൂമിനിയം പാനലിംഗ് ബോഡിയാണ്. ഇതിന്റെ പ്രൈസോ കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു വാഹനം വാങ്ങിക്കാൻ നിൽക്കുകയാണ്, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് വാഹനം നമ്മൾ ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ ബോഡി വിത്ത് ബിൽഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ചെയ്സ് മാത്രം മതി, നമ്മുടെ ചെയ്സ് ആയിട്ടും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ സ്പീഡായിട്ട് പറഞ്ഞു പോയതാണ്. ഇത് ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വണ്ടികൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഉള്ളൂ. കാരണം പവറും ടോർക്കിനകത്തൊന്നും വ്യത്യാസമില്ല. HD സീരീസിലും ഇതേ പവറും ടോർക്കൊക്കെ തന്നെയാണ് വരുന്നത്, മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടിക്കുന്നില്ല, നമ്മളിപ്പം ജസ്റ്റ് ഈ ഗ്രൗണ്ടിൽ വണ്ടി ഒതുക്കിയിട്ട് ഈ വണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.